സർ, ഏതായാലും ഈ ഒരു വീക്കിലത്തെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. കാര്യമായിട്ടുള്ള ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 26,359 എന്നുള്ളൊരു നിലവാരത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഒരു സർവകാല ഉയരം തന്നെ മറികടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് എത്രമാത്രമായിട്ടാണ് സാറിന് തോന്നുന്നത്? ടെക്നിക്കലി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീക്ക് ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വീക്കിലെല്ലാം തന്നെ ഒരു ബേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 പ്രാവശ്യം നമ്മൾ പഴയ ഹൈയിലേക്ക് വരികയും മാർക്കറ്റിൽ ഒരു താഴോട്ട് പോയിട്ട് വീണ്ടും കയറി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ഇത് പോസിറ്റീവ് ആണ്. 250, 300 എന്നുള്ളത് ആ ഡെറിവേറ്റീവിടെ എക്സ്പയറിക്ക് ശേഷം വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഈ ഒരു മൂവ്മെന്റ് ഇപ്പൊ ഇന്നോ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു 26,450, 500 റേഞ്ചിലേക്കാണ് നിഫ്റ്റി ഹെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുകളിലോട്ട് പോകാനാണ് ഈ വീക്കിൽ ഒരു സാധ്യത. വീക്ക് എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു പോസിറ്റിവിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ ഇൻഡെക്സിൽ നിന്നും കുറച്ചുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ നിഫ്റ്റിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് എന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ച് കോൺഷ്യസ് നോട്ടുകൾ ഇടണം. കാരണം ഒരു വലിയ മൂവ്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. കാരണം ഇത് വാല്യൂ പിക്കിംഗ് തമ്മിലുള്ള ഒരു മത്സരമാണ്. വാല്യൂ പിക്കിംഗ് പിന്നെ വലിയ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സുകൾ തന്നെ വലിയ ഷെയറുകളിലൊന്നും വരുന്നത് നമ്മൾ കാണുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു വാല്യൂ പിക്കിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ബൈ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു കോൺഷ്യസ് നോട്ടോട് കൂടി തന്നെ പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അനീഷ് സാറിന് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 165 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 60,437 എന്നുള്ള ഒരു റെക്കോർഡ് ഹൈ കൂടി ടച്ച് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയായിരിക്കും? നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞതുപോലെ 62,000 കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലെ PSU ബാങ്ക്സിലെല്ലാം തന്നെ പൊതുവെ പോസിറ്റീവ് വ്യൂ തന്നെയാണുള്ളത്. അതേപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും ബൈയിങ് വരുന്നുണ്ട്, ഇൻട്രസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു പോസിറ്റീവ് മൊമെന്റം ഹെഡ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 62,000 നിയറസ്റ്റ് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ബട്ട് ഇപ്പോഴും നമ്മുടെ സപ്പോർട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ 58,200 ലെവലിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 62 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കോഷ്യസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വ്യൂ തീർച്ചയായിട്ടും അത് നല്ലതാണ്. ബട്ട് കുറച്ചുകൂടെ സെന്റിമെന്റ് പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ പറയാൻ വേണ്ടി കഴിയും. ഗുഡ് മോർണിംഗ് അനീഷ്. അനീഷ്, ഈ നിഫ്റ്റി പി എസ് സി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് തോന്നുന്നു 20 കമ്പനീസാണ് അല്ലേ? ഗവൺമെൻറ് 50% മുകളിൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള 20 കമ്പനീസാണ് നിഫ്റ്റി PSC ഇൻഡെക്സിൽ വരുന്നത്. പൊതുവെ ഈ കൊല്ലം ഈ PSU കമ്പനീസിന് നന്നായിരിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിഫ്റ്റി PSC ഇൻഡെക്സ് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ ചാർട്ടിൽ? നമ്മുടെ PSC ഇൻഡെക്സിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് പരിശോധിക്കുമ്പോൾ ഒരു മൊമെന്റം നമുക്ക് ഗെയിൻ ചെയ്യുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇൻഡെക്സിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് വ്യൂ തന്നെയാണ് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലായിരിക്കും കൂടുതൽ വ്യൂ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അനീഷ് സർ, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നു തുടങ്ങും അടുത്ത ഒരു 12-ാം തീയതിയോടുകൂടി. അതിന് മുൻപായിട്ട് ബിസിനസ് അപ്ഡേറ്റുകളിൽ എസ്പെഷ്യലി ബാങ്കിങ് മേഖലയിൽ നമുക്കൊരു മികച്ച വളർച്ചാ പ്രതീക്ഷ തന്നെയുണ്ട്. ഇപ്പോൾ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പല ബാങ്കുകളിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം 3rd ക്വാർട്ടറിൽ രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതകളാണ് അപ്ഡേറ്റിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്കിങ് മേഖലയുടെ കുതിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ എസ്പെഷ്യലി PSU ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഓൾ ടൈം ഹൈ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസിലേക്കുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ PSU ബാങ്ക് സ്റ്റോക്കിനെ കുറിച്ച് സാർ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൽ ആ ഒരു ലിസ്റ്റിലേക്ക് വരുന്ന ഒരു ആദ്യത്തെ സ്റ്റോക്ക് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ PSC ബാങ്കിൽ പൊതുവെ പോസിറ്റീവ് ആണ് എന്നുള്ളത് കുറെ കാലമായി നമ്മുടെ വ്യൂ ആണ്. അതുപോലെ തന്നെ PSC ബാങ്ക്സിന്റെ എല്ലാ ബാങ്ക്സിനും പോസിറ്റീവ് ആണ്. കൂടുതൽ ഫേവറബിൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, അത് രണ്ടും നല്ലൊരു മൂവ്മെന്റ്സിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. കാരണം ഇതൊന്നും തന്നെ ഇപ്പൊ യൂണിയൻ ബാങ്ക് ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. വലിയൊരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ പോസിറ്റീവ് മൂവ്മെന്റ്സിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്.
കാരണം പൊതുവെ ഈ ബാങ്ക്സ് സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്. ബട്ട് കമ്പയർ ടു കാനറ ബാങ്ക് നോക്കുകയാണെങ്കിൽ കാനറ ബാങ്കിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൂവ്മെന്റ്സും അതിന്റെ ടെക്നിക്കൽസും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. രണ്ട് ബാങ്കുകളും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എന്റെ വ്യൂ ഉള്ളത്. ബട്ട് ഇതിൽ ഏത് വേണം ചൂസ് ചെയ്യാം. മോർ ഫേവറബിൾ കാനറ ബാങ്കിലേക്കാണ്. ബട്ട് ഈവൻ ദോ നമ്മുടെ ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ യൂണിയൻ ബാങ്കിന്റെ മൂവ്മെന്റ്സുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും അപ്പുറമായിരിക്കും. അതിലൊക്കെ ഇനിയും ഒരുപാട് മൂവ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലെവൽസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂണിയൻ ബാങ്കിൽ ഒരു ബ്രേക്ക്ഔട്ടിന്റെ സാധ്യതയാണ്, മുകളിലോട്ട് വന്നിട്ടുണ്ട്. 200 അടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് യൂണിയൻ ബാങ്കിൽ ഇപ്പൊ തന്നെ ഉള്ളത്. ഇമ്മീഡിയറ്റ് ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ കാനറ ബാങ്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മൂവ്മെന്റ്സ് ആൾറെഡി കുറച്ച് മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. 155 to 190 വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. ബട്ട് അതിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അനീഷ് സാർ, ഇന്ന് എസ്പെഷ്യലി മെയിൻ ഒരു ഫോക്കസിലേക്ക് വരുന്നത് ഓയിൽ കമ്പനികൾ തന്നെയാണ്. അതിൽ ONGCയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ US വെനസ്വേല ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആദ്യത്തെ മാർക്കറ്റ് ദിവസം കൂടിയാണ് ഇന്ന്. തുടക്കഘട്ടത്തിൽ ONGCയിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് പോവുകയാണ്. ടെക്നിക്കലി ONGCയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സർ വിലയിരുത്തുന്നത്? ലാസ്റ്റ് വീക്കിലും എനിക്ക് തോന്നുന്നു നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. ONGCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാച്ചിങ് സ്ട്രാറ്റജിയിലേക്ക് വരേണ്ട ഒരു സ്റ്റോക്സ് തന്നെയാണ്. കാരണം ഇത് കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഒരു കൺസോളിഡേറ്റഡ് മൂവിലാണ്. 220 അല്ലെങ്കിൽ 200, 260 എന്ന് പറയുന്ന ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കൺസോളിഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മൂവ്മെന്റ്സിന് വളരെ പവർഫുൾ ആയിരിക്കും. അത് ഇയർലി സ്റ്റേജ് ആണ്. ഇപ്പൊ തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് വരും എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല, കാരണം ഡേറ്റാസ് അങ്ങനെയാണ്. പക്ഷെ കൺസോളിഡേഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കൺസോളിഡേഷൻ ഈ 1-1.5 വർഷമായിട്ടുള്ള കൺസോളിഡേഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു മൂവ്മെന്റ്സ് അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ബട്ട് ഇവിടെ ഡൗൺ സൈഡിലാണ് കൺസോളിഡേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിരിക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ അതിന്റെ പവർഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ എനിക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് 260 എബോ ഒക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 340 വരെയൊക്കെ ഇമീഡിയറ്റ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ മൂവ്മെന്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടുള്ള മൂവ്മെന്റം ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൺസോളിഡേഷനെ വളരെ നമ്മളെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. എന്തെങ്കിലും മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ബൈയിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനീഷ് സാർ, ഇന്നിപ്പോൾ CSB ബാങ്കിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 5% കൂടുതലുള്ള ഒരു മുന്നേറ്റം മികച്ച ബിസിനസ് അപ്ഡേറ്റുകൾക്ക് ശേഷം കാണാൻ സാധിക്കുന്നുണ്ട്. CSB ബാങ്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 507 എന്നുള്ള ഒരു നിലവാരത്തിലാണ്. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് പോസിറ്റീവ് തന്നെ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിലും അത് സൈലന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഈ ബാങ്കിങ്ങിന്റെ പാർട്ടിസിപ്പേഷനിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിന്റെ സ്റ്റേജിൽ എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഇത് 375 400 കൺസോളിഡേറ്റ് ചെയ്തു. 440 എബോ വന്നപ്പോൾ ഇതിന്റെ മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വലിയൊരു മൊമെന്റം വരുവാനുള്ള സാധ്യതയുണ്ട്. മേ ബി 600 വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. വോളിയം വളരെ കുറവാണ്. ഇതൊരു ഫ്രീക്വന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയാനായിട്ട് കഴിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ചാർട്ട് പാറ്റേൺ വെച്ചിട്ട് വളരെയധികം പോസിറ്റീവ് ഉണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ കിട്ടുകയാണെങ്കിൽ, ടോപ്പ് ലെവലിൽ ഒരു കൺസോളിഡേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇതിന് നല്ലത്. Opening hours with MyFin.